അവരുടെ പ്രാണൻ അവർക്ക് പുറത്തേക്ക് എടുക്കാനുള്ള കഴിവുണ്ട്. പുറത്തേക്ക് പ്രാണനെ എടുക്കാൻ പറ്റും. ശിവ ഊർജം മുന്നിൽ വന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ് നമ്മുടെ പോയി നട്ടിലെ കമ്പനം കൊണ്ടിരിക്കുക, അത്രയും ഉറപ്പ് വേണം. അത് ഗുരുവിന്റെ ഊർജ ശക്തിയെ രാജയോഗ വിദ്യയില് ബ്രഹ്മവിദ്യ കൊടുക്കുന്നതിന്റെ മുമ്പ് രാജയോഗയുടെ ദീക്ഷ കൊടുക്കുമ്പോൾ ഗുരു എന്ത് ചെയ്യണം? ഗുരുവിന്റെ പ്രാണശക്തി ആ ശിഷ്യനിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഗുരു ഉണർത്തി കൊടുക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ തൊട്ട് നമ്മുടെ ആത്മയില് ഇരുപിരിയങ്ങളുടെ നടുവശത്തായിട്ടായിരിക്കും നമുക്കൊരു കമ്പനം ഉണ്ടാവും. ആ നാഡിയിലൊരു ഊർജം പിടിവലി ഉണ്ടാവും. അതിൽ ശ്രദ്ധിച്ചിരിക്കുകയും സമാധിയിലേക്ക് ഊർജം അടക്കും. സമാധി സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പ്രാണമയ കോശത്തിന്റെ ആവശ്യമുണ്ട്, അന്നമയ കോശത്തിന്റെ ആവശ്യമുണ്ട്, മനോമയ കോശം. അപ്പൊ എല്ലാം ഒരു ബാലൻസിനാവണം. അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഗുരു ഡിസൈബിളിന്റെ എനർജി ബോഡിയെ ഇങ്ങെടുക്കും. എന്നിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഗുരു ആ എനർജി സ്വീകരിച്ച് വെച്ചിട്ട് അത് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. ഈ ഊർജ ശരീരം ആരിൽ നിന്നെടുത്താലും അവർ നിൽക്കുന്ന നിപ്പിൽ താഴത്തേക്ക് വീഴുവാണ്. വരും കാലം ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കും സിദ്ധന്മാരെന്ന്. അത് ഒതുങ്ങിയിട്ടല്ല, അതൊരിക്കലും ഒതുങ്ങാനും പോകുന്നില്ല. സിദ്ധന്മാര് വരും. സിദ്ധന്മാര് ഇതിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം എത്തും എന്നുള്ളത്. ഗുരുജി നമസ്തേ. നമസ്കാരം. അങ്ങേ എല്ലാ ആളുകൾക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് സിദ്ധന്മാരെ കുറിച്ച്, സിദ്ധ പാരമ്പര്യത്തെക്കുറിച്ച്, സിദ്ധ രഹസ്യത്തെക്കുറിച്ച്. അതായത് അഗസ്ത്യർ മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ ബോഗർ വഴി ഇങ്ങനെ കടന്നു വരുന്ന ഒരു വലിയ ഒരു പാരമ്പര്യമാണത്. അപ്പോൾ സിദ്ധ പരമ്പരയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിദ്ധവേദമായാലും സിദ്ധ വൈദ്യമായാലും നമ്മുടെയൊക്കെ ഒരു ആത്മീയതയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ സിദ്ധ പാരമ്പര്യമാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ സിദ്ധ പാരമ്പര്യം എന്താണ്? അതിലടങ്ങിയിട്ടുള്ള ആ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ആ സിദ്ധന്മാരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയിട്ടുള്ള ആ വലിയ ആത്മീയതയുടെ അറിവുണ്ടല്ലോ, ആ ഊർജ്ജം ഉണ്ടല്ലോ, അതേപ്പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായും. അങ്ങേ സിദ്ധിച്ചത് എന്തോ അത് സിദ്ധൻ. ഇപ്പം ഒരു ആത്മീയതയുടെ പാത നമ്മൾ നോക്കുമ്പം ഒരു വ്യക്തി സൃഷ്ടിയുടെ ജ്ഞാനത്തെ ഗ്രഹിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ സൗരയൂഹവും നമ്മുടെ ഊർജ ചന്ദ്രചക്രന്മാരും ചന്ദ്രനും സൂര്യനും ഭൂമിയും നമ്മളിൽ തുരത്തുന്ന സ്വാധീനവും ഊർജ പ്രക്രിയയും നാം ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, ധ്യാനാവസ്ഥയെ ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ അവരെ യോഗി എന്ന് വിളിക്കും. ഒരു യോഗി എന്ന് വിളിക്കും. അവരിൽ ഉണ്ടാവുന്ന കമ്പനത്തെയും ഊർജത്തെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പം നാം സിദ്ധൻ എന്ന് വിളിക്കും. നമ്മൾ എന്തോ ഒന്ന് കമ്പിക്കുന്നു, നമ്മൾ എന്തോ ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്, നമ്മൾ അതിനെ പകർന്നു കൊടുക്കുന്നു. സിദ്ധൻ എന്ന് വെച്ചാൽ ഊർജത്തെ പകരുക എന്നുള്ളതാണ്. സിദ്ധ പരമ്പര ഏറ്റവും ഇപ്പൊ അഗസ്ത്യമുനി എന്ത് ചെയ്തെന്ന് ചോദിച്ചാലും അത് ഇന്നും അവൈലബിൾ ആണ്. ഇന്നും അഗസ്ത്യന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് ഉത്തരം. ഇപ്പൊ ഗുപ്തകാശിയിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണ ഊർജത്തിന്റെ ലിംഗമുണ്ട്. നാം ഇന്ന് ഈ ഒരു വീഡിയോ നാം റെക്കോർഡ് ചെയ്യുന്നു 2025. ഇതിപ്പോ 2050 ഒരാളിരുന്ന് കാണുന്നു. അദ്ദേഹം മനസ്സിന്റെ തലത്തിൽ അത് ഗ്രഹിക്കുന്നു, അന്നും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അതേപോലെ തന്നെ അഗസ്ത്യൻ ഇപ്പം ഇവിടെ അദ്ദേഹത്തിന്റെ ശരീരം, ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഒരു ശരീരം വിട്ടുപോയെങ്കിലും ഒരു യോഗി അവേക്കിങ്ങിൽ ഇരിക്കുമ്പം, ഉണർവിലിരിക്കുമ്പം അഗസ്ത്യൻ എന്താണ് അറിഞ്ഞ ജ്ഞാനത്തെ എന്നുള്ളത് ഇന്നും ചെന്നാല് നമുക്ക് കിട്ടും. അതാണല്ലോ ഊർജത്തെ നമുക്ക് പകർന്നു നൽകുകയാണ് നമ്മുടെ ഉള്ളിലേക്ക്. അപ്പോൾ ഓരോ സിദ്ധന്മാരും നിർമ്മിച്ചിരിക്കുന്നതിന്റെ വ്യവസ്ഥയാണ് നാം തുടരുന്നത്. ഈ പ്രാണായാമം പോലുള്ള വിദ്യ പോലും സിദ്ധവിദ്യയാണെന്ന്. സിദ്ധന്മാരിൽ നിന്നാണ് പ്രാണായാമം പോലുള്ള വിദ്യ പോലും ഉണ്ടായിരിക്കുന്നത്. നാം ഈ ആത്മീയതയെ ഇപ്പം അദ്വൈത മാർഗമുണ്ട്, തന്ത്രമാർഗമുണ്ട്, പല മാർഗങ്ങളുണ്ട്, സിദ്ധമാർഗമുണ്ട്. എന്നാൽ സിദ്ധമാർഗത്തെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇപ്പം വേദം, ഉപനിഷത്ത് അല്ലെങ്കിൽ അദ്വൈതം ഒക്കെ പറയുന്നത് വേദമില്ല, ഒന്നിനും തമ്മിൽ ഭേദമില്ല, എല്ലാം ഒന്നാണെന്നുള്ളതാണ്. ഞാൻ ആത്മാവാണ്, ഞാൻ കർമ്മത്തിൽ, ആ ഒരു വിചാരണയിൽ ഇരിക്കുകയാണ് മോക്ഷപ്രാപ്തിയിലേക്ക് വേണ്ടി. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാൻ മുക്തി. തീർച്ചയായിട്ടും അതാണ് അതിന്റെ രീതി. മനസ്സിന്റെ ഇതിലാണല്ലോ അത്. എന്നാൽ സിദ്ധവിദ്യ എന്നും പകർന്നു കൊടുക്കുന്നത് ഇപ്പൊ രാജയോഗയാണ് സിദ്ധവിദ്യയുടെ ഏറ്റവും ഉയർന്ന മാർഗം. അത് 2 അവസ്ഥകളുണ്ട്. തന്ത്രയൊക്കെ പരിശീലിക്കുന്നവര് ത്രാടകം പരിശീലിക്കും. അപ്പൊ ത്രാടകം നമ്മൾ എന്തെങ്കിലും കുറെ നേരം നോക്കിയിരുന്ന് നമ്മുടെ കണ്ണിൽ നിന്ന്
വെള്ളം വന്ന് നമ്മൾ വീണ്ടും പരിശീലിക്കുന്നു. അപ്പം നമ്മുടെ ഒരു സറ്റിൽ ബോഡി, ഊർജ്ജ ശരീരത്തെ ഉണർത്തുവാനാണ് നാം ശ്രമം നടത്തുന്നത്. നമ്മളേക്ക് ഫോക്കസ് കിട്ടാനാണ്. തന്ത്രയ്ക്ക് പല വിദ്യകളുണ്ട്. എന്നാൽ സിദ്ധ പരമ്പരയിലുള്ളവർ ചെയ്യുന്നത് 2 മാർഗ രീതിയിലാണ്. ഒന്ന് ബഹിരാന്ത എന്ന് പറയും, 2 അങ്കരാന്ത എന്ന് പറയും. ഈ ബഹിരാന്ത പരിശീലിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രാണൻ അവർക്ക് പുറത്തേക്ക് എടുക്കാനുള്ള കഴിവുണ്ട്. പുറത്തേക്ക് പ്രാണനെ എടുക്കാൻ പറ്റും. അവരുടെ ഊർജം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പതഞ്ജലി മഹർഷി പറയുന്ന പോലെ എല്ലാ അഷ്ടസിദ്ധികളും കൈവരിച്ചവരാണ്. അവർക്ക് പ്രാണനെ പുറത്തെടുക്കുവാനും അവർക്ക് ആ ശക്തി കൊണ്ട് ഇപ്പം നമ്മൾ ഈ പ്രതിഷ്ഠാപനമൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ തന്ത്രിമാർ ചെയ്യുന്ന ഒരു പൂവും പുഷ്പവും വെള്ളവും ഇട്ടല്ല യഥാർത്ഥ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഒരു ദേവിയെ കോൺസെൻട്രേറ്റഡ് ചെയ്യുന്നു. ആ ഊർജം ഈ സൃഷ്ടിയിലുണ്ട്. 114 വർഷങ്ങളിലും പല ഊർജങ്ങളുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധൻ്റെ ഊർജത്തെ പുറത്തേക്ക് തള്ളുകയും ഒരു ഊർജത്തെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ആ പ്രാണശക്തിയിലേക്ക്. അതാണോ ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്? യഥാർത്ഥ പ്രാണപ്രതിഷ്ഠ. അതാണ് ആ പ്രാണനെ അദ്ദേഹം പുറത്തേക്ക് തള്ളുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഊർജത്തിൽ വേറൊരു എനർജി മാനിഫെസ്റ്റ് ചെയ്യുകയും അതിനെ അവിടെ നൽകുകയും ചെയ്യുന്നു. ആ ഒരു പ്രതിഷ്ഠാപനമാണ് ഏതൊരു വ്യക്തിക്കും ചെന്നാൽ കമ്പനം ഉണ്ടാക്കുന്നത്. ഒരു റിയൽ പ്രതിഷ്ഠാപനം എന്ന് വെച്ചാൽ അതാ നമ്മളുടെ ആ വൈബ്രേഷൻ കൊള്ളും തന്നെ, നമ്മൾ ആ കോൺഷ്യസ് തന്നെ ഉണരും. അത് ഒരു പരിശീലന രീതിയാണ്. അത് ബഹിരാന്ത എന്ന് പറയുന്ന രീതിയിൽ അത് അതൊരു ഗുരു നൽകുന്ന ഒരു ദീക്ഷ പ്രക്രിയയിലൂടെ. ഇപ്പൊ നാം ശിവനെ വിളിക്കും അഗ്നിതത്വമാണ് ശിവനെന്ന്. ശിവൻ മുന്നിൽ വന്ന് നിങ്ങൾക്ക് കണ്ണുപോലും നോക്കാൻ പറ്റില്ല. നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒലിക്കും എനർജി. ഒരു തീ നോക്കിയിരുന്ന അറിയാം എന്തുമാത്രം ഇതാണ് നമ്മുടെ കണ്ണിൽ, നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. ശിവ ഊർജം മുന്നിൽ വന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മള് ഒരു സ്റ്റേറ്റ് നമ്മുടെ പോയി നട്ടില് കമ്പനം കൊണ്ടിരിക്കുക, അത്രയും ഉറപ്പ് വേണം. അത് ഗുരുവിന്റെ ഊർജ ശക്തിയെ രാജയോഗ വിദ്യയില് ബ്രഹ്മവിദ്യ കൊടുക്കുന്നതിന്റെ മുമ്പ് രാജയോഗയുടെ ദീക്ഷ കൊടുക്കുമ്പോൾ ഗുരു എന്ത് ചെയ്യണം, ഗുരുവിന്റെ പ്രാണശക്തി ആ ശിഷ്യനിലേക്ക് കൊടുക്കുകയാണ്. കണ്ണുകൾ തുറന്നിരുന്നാലും ഗുരുവിന്റെ പ്രാണശക്തിയിൽ ധ്യാനം ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും ഉയർന്ന സിദ്ധവിദ്യയുടെ ഒരു മാർഗം. പിന്നെ ചില ആളുകൾ സിദ്ധവിദ്യ പരിശീലിക്കുന്ന വേറെ രീതിയുണ്ട്, അത് അങ്കരാന്തയാണ്. നമുക്കിപ്പോൾ കുണ്ടലിനി ഉണർന്നു, എല്ലാവർക്കും ഗുരുവിന്റെ പ്രാണശക്തി കൊടുക്കാൻ പറ്റില്ല. അത്ര ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ശ്രേഷ്ഠനായുള്ള ഇപ്പൊ അഗസ്ത്യമുനി ആണെങ്കിൽ പോലും സെലക്റ്റീവ് ആയിട്ടുള്ള 3-4 പേരെ ഉണ്ടാവുള്ളൂ. അത്രയും യോഗ്യത വേണം. അതെ, അവർക്കത് കൈവരിക്കാനുള്ള ഇതുണ്ടാവണം. അല്ലെങ്കിൽ ആ സിദ്ധികളെല്ലാം തന്നെ പല രീതിയിൽ മായ കൊടുക്കും. അതെ അതെ, അതുകൊണ്ട് നോക്കിയേ അത് കൊടുക്കാറുള്ളൂ. അങ്കരാന്ത പരിശീലിക്കുക എന്ന് പറയുമ്പം സിദ്ധഗുരുവിന്റെ പ്രാണശക്തി ഉപയോഗിച്ചിട്ട് അവരുടെ കുണ്ടലിനി ഒന്നുണർത്തും. അതവർ സാധന ചെയ്യുന്നത് പോലെ തീവ്രമായി സാധന ചെയ്ത പ്രവണത കൊണ്ട് കുണ്ടലിനി ചെയ്തതിനും ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തും. നോർമൽ സാധനയാണെങ്കിലും കമ്പനത്താൽ ഒരു തിരിച്ചറിവിന്റെ പുറത്തിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ഗുരു ഉണർത്തി കൊടുക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ തൊട്ട് നമ്മുടെ ആജ്ഞയില് ഇരുവിര്യങ്ങളുടെ നടുവശത്തായിട്ടായിരിക്കും നമുക്കൊരു കമ്പനം ഉണ്ടാവും. ആ നാഡിയിലൊരു ഊർജം പിടിവലി ഉണ്ടാവും. അത് ശ്രദ്ധിച്ചിരിക്കുകയും സമാധിയിലേക്ക് ഊർജം അടുക്കും. സമാധിയിലേക്ക് ഊർജം അടുക്കുകയും പ്രാണൻ എന്ത് ചെയ്യും, തന്നെ ബ്രഹ്മേന്ദ്രം സസാരപത്നി തന്നെ തുറക്കപ്പെടുകയും ആ യോഗി സമാധിയിലേക്ക് പോവുകയും ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട് അത്രമേൽ വലിയ യോഗിമാർ മാത്രമാണ് ഇത് പൊട്ടിയിട്ട് അങ്ങ് പോവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് വളരെ യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. ഇവിടെ നമുക്ക് തുറക്കപ്പെടുമ്പോഴാണ് നാം അവിടത്തേക്ക് എത്തുന്നത്. അപ്പം ഇവിടുത്തെ നമുക്ക് സ്വാധീനമില്ല. ഇത് കൃപയാണ്, ഇത് ശിവനാണ്. അതെ, ശിവബോധം നമ്മളിലേക്ക് കമ്പനം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഈശ്വരനെ അറിഞ്ഞ ആള് പറയാനില്ല. നമ്മുടെ അനുഭവമാണ് നാം ഇപ്പൊ പറയുന്നത്. അതിലലിഞ്ഞാൽ നാം ഇവിടെ പറയാനില്ല, അല്ലേ? അതിലലിഞ്ഞാൽ ഇല്ല. ഇപ്പൊ തിരുവണ്ണാമലയിൽ ഇരുന്ന് ഞാൻ ആ സ്പർശനമായി അലിഞ്ഞാൽ എനിക്ക് പറയാൻ പിന്നെ ഈ ശരീരം ഉണ്ടോ? ഇല്ല. ചേരുവാണ്. ആ ബോധത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റേറ്റ് കുറഞ്ഞു വരുന്നുകൊണ്ട് നാം പറയുന്നു. അപ്പൊ നമുക്ക് ആ സമാധി സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പ്രാണമയ കോശത്തിന്റെ ആവശ്യമുണ്ട്, അന്നമയ കോശത്തിന്റെ ആവശ്യമുണ്ട്, മനോമയ കോശത്തിന്റെ. അപ്പൊ എല്ലാം ഒരു ബാലൻസിനാവണം. അല്ലെ ഒരു ഇൻബാലൻസ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പലതും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ആ പൂർണ്ണ ഈശ്വരീയ അവസ്ഥയിൽ ഒരു വ്യക്തി എത്തിയാൽ പറയാനില്ല. അപ്പൊ ഇത് തുറക്കുമ്പോൾ നാം അലിഞ്ഞു. അപ്പം അതും സാധ്യമാണ്. അതൊരു വിദ്യയാണ്. പക്ഷെ ബഹിരാന്ത കുറച്ചുകൂടി ഉയർന്നതാണ്. അത് ഒരു 5-10 പേരാണ് ആ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. അവരെ മഹാസിദ്ധന്മാരെന്ന് വിളിക്കും.
അതിലൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ പ്രാണൻ മറ്റൊരു ശരീരത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ പറ്റുന്ന യോഗ്യമാരും സിദ്ധന്മാരും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതും അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? തീർച്ചയായും. ഇപ്പം നമ്മുടെ സിദ്ധവിദ്യയെ തന്നെ ഇപ്പം ഗുരു ഡിസൈബിളിൻ്റെ എനർജി ബോഡിയെ ഇങ്ങെടുക്കും. എന്നിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? ഗുരു ആ എനർജി സ്വീകരിച്ച് വെച്ചിട്ട് അത് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. എന്നിട്ടാണ് ഉയർന്ന മന്ത്രദീക്ഷയൊക്കെ കൊടുക്കാറുള്ളൂ. പിന്നെ അതെ, അവരോട് പിന്നെ നിശ്ചലമായി ഇന്ന കാര്യങ്ങൾ ചെയ്തു പോകാൻ പറയും. ഒരു കർമ്മ ക്ലീനിങ് ചെയ്ത് ഊർജ്ജ ശരീരത്തെ എടുത്തു. ഈ ഊർജ്ജ ശരീരം ആരിൽ നിന്നെടുത്താലും അവര് നിൽക്കുന്ന നിപ്പിൽ താഴത്തേക്ക് വീഴുവാണ്. അവര് പോവുകയാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ എടുത്തിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ പിന്നെ അവരോട് പറയും ഈ കാര്യങ്ങൾ പാലിക്കണം. ഈ മന്ത്രശക്തി നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപമായിട്ടുണ്ട്. അതൊരു മാനിഫെസ്റ്റേഷൻ ആണ്. അവരുടെ ശരീരം എടുത്തിട്ട് നാം ആ മന്ത്രശക്തി കൊടുത്തിട്ട് അവരുടെ ശരീരത്തെ വീണ്ടും കൊടുക്കുകയാണ്. അവരോട് പറയും ഇത്ര നേരം അത് പരിശീലിക്കണം, ഇത് നിങ്ങളിൽ സ്വാധീനമുള്ളൂ. എന്നുവെച്ചാൽ ഒരു വിത്ത് ഇടുന്നത് പോലെ അത് തന്നെ എന്ത് ചെയ്യും? ഗ്രഹിക്കുവാനും ജീവൻ എന്ത് ചെയ്യും? ജീവൻ നയിക്കും. അപ്പൊ അങ്ങ് എൻ്റെ അടുക്ക തുടക്കം വന്നപ്പോ പറഞ്ഞ അവധൂത അമ്മ വിളിച്ചപ്പം നാം പോയെന്നുള്ള നമ്മുടെ മനസ്സിന് ചോദ്യമല്ല, നാം എത്തിച്ചേരുകയാണ്. അതേപോലെ ജീവൻ എന്ത് ചെയ്യും? നമ്മളെ പ്രയത്നിക്കും അത് നേടാനായിട്ട്. ആ അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. അതാണ് അതിന്റെ കാര്യം. അതെ, അങ്ങ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ സിദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ സിദ്ധ പരമ്പരയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിദ്ധ പരമ്പരയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ സിദ്ധ വൈദ്യം, രണ്ടാമത്തത് നാഡീ ജ്യോതിഷം തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണമോ, എങ്ങനെയൊക്കെ ഭഗവാനെ അറിയണമോ, അതിൻ്റെ എല്ലാ വഴികളും ഉണ്ട്. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ അന്നമയ കോശവും അങ്ങനെ എല്ലാം വേണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഈ സിദ്ധ വൈദ്യം ഒക്കെ പകർന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിദ്ധ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടിച്ചേർത്ത് അല്ലെങ്കിൽ എല്ലാ ഭാഗത്തെയും തൊട്ടറിഞ്ഞു പോയ ഒരു പരമ്പരയാണ് എന്ന് പറയാമല്ലോ അല്ലേ? തീർച്ചയായും. പണ്ട് പാമ്പാട്ടി സിദ്ധര് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരും കാലം ഭൂമിയുടെ നിയന്ത്രണം ഏറ്റെടുക്കും സിദ്ധന്മാരെന്ന്. അത് ഒതുങ്ങിയിട്ടല്ല, അതൊരിക്കലും ഒതുങ്ങാനും പോകുന്നില്ല. സിദ്ധന്മാര് വരും, സിദ്ധന്മാര് ഇതിന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം എത്തും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭൂമിയുടെ ഇപ്പൊ നമ്മളൊരു രാഷ്ട്രീയക്കാര് പറയുന്നത് പോലല്ല, സൗരയുഗത്തിന്റെ ഊർജത്തെ നാം അറിയും. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഒരു തലമുണ്ട്. സൂര്യചന്ദ്രന്മാരും ഭൂമിയെ അടുക്കുമ്പോഴാണ് നമ്മുടെ ബോധോദയം സംഭവിക്കുന്നത്, നമുക്ക് എത്രത്തോളം ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നത്. എന്നാൽ ഒരു ജനതയ്ക്ക് മുഴുവനും പൂർണ്ണത്വം കൈവരുന്ന ഒരവസ്ഥയിൽ എത്തുന്നൊരു സ്റ്റേറ്റ് എത്തും ഭൂമിക്ക്. അന്ന് ജ്ഞാനമാണ് ആവശ്യം വരുന്നത്, തിരിച്ചറിവാണ് ആവശ്യം വരുന്നത്.